സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഫോറസ്റ്റ് ഡെസ്റ്റിനേഷനായ ഗവിയിലേക്കാണ്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഗ്രാമമാണ് ഗവി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ലോകപ്രശസ്ത വിനോദസഞ്ചാര മാസികയായ ലോൺലി പ്ലാനറ്റ് ലോകത്തിലെ തന്നെ മികച്ച ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തതോടെയാണ് പ്രശസ്തമായത്. നിത്യഹരിത വനങ്ങളും തണുത്ത കാലാവസ്ഥയും വന്യജീവികളുടെ സാന്നിധ്യവും ഗവിയെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങുന്ന ഈ യാത്ര സാധാരണ യാത്രയല്ല. കാടുകൾക്കുള്ളിലൂടെ പോകുന്ന റോഡ്, ഓരോ വളവും ഓരോ പുതിയ കാഴ്ചകൾ, സിറ്റി ലൈഫിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്ത് നേച്ചറിലേക്ക് കണക്റ്റ് ആകുന്ന ഒരു ഫീലിംഗ്. ഗവിയിലേക്കുള്ള യാത്ര പ്രധാനമായും പാസ് എടുത്ത് സ്വന്തം വാഹനത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ പത്തനംതിട്ട നിന്നോ കുമിളിൽ നിന്നോ പുറപ്പെടുന്ന KSRTC ബസ്സിൽ, അല്ലെങ്കിൽ KFTC പാക്കേജുകൾ വഴി പോകാം. പാസ് എടുത്ത് സ്വന്തം വാഹനത്തിൽ പോകുന്നവർ മുൻകൂട്ടി വനംവകുപ്പിന്റെ അനുമതി പത്രം എടുക്കണം. ബുക്കിംഗ് സൈറ്റ് വഴി ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ഒരു ദിവസം 30 വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നത്. അതിനാൽ നേരത്തെ ബുക്ക് ചെയ്യുക. പത്തനംതിട്ട ആങ്ങമൂഴി ഫോറസ്റ്റ് സ്റ്റേഷൻ വഴിയാണ് പ്രവേശനം. സമയം രാവിലെ 8:30 മുതൽ 11 മണി വരെ മാത്രമേ പ്രവേശനം അനുവദിക്കൂ. വൈകുന്നേരം 5 മണിക്ക് മുമ്പ് വണ്ടിപ്പെരിയാർ വള്ളക്കടപ്പ് ചെക്ക് പോസ്റ്റ് വഴി പുറത്തിറങ്ങണം. ഒരാൾക്ക് ഏകദേശം 120 രൂപ ആകും. എന്നാൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ്. കൂടാതെ വാഹനത്തിന് പ്രത്യേകം ഫീസ് നൽകണം. രണ്ടാമത്തെ ഓപ്ഷൻ പത്തനംതിട്ടയിൽ നിന്നോ കുമിളിൽ നിന്നോ പുറപ്പെടുന്ന KSRTC ബസ്സിലുള്ള യാത്രയാണ്. ഇത് പാസ് എടുക്കാൻ സാധിക്കാത്തവർക്കും കാടിന്റെ ഭംഗി ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. പത്തനംതിട്ടയിൽ നിന്നാണെങ്കിൽ രാവിലെ 5:30, 6:30, ഉച്ചയ്ക്ക് 12:30 എന്നീ സമയങ്ങളിൽ ബസ്സുകൾ ലഭ്യമാണ്. റൂട്ട് വരുന്നത് പത്തനംതിട്ട നിന്നാണെങ്കിൽ ആങ്ങാമൂഴി, മൂഴിയാർ, കക്കിടാം, ഗവി, വണ്ടിപ്പെരിയാർ വഴി കുമിളി എത്തിച്ചേരും. ഏകദേശം 6 മണിക്കൂർ നീണ്ട യാത്രയാണിത്. മൂന്നാമത്തെ ഓപ്ഷൻ KFTC പാക്കേജുകളാണ്. വനത്തിനുള്ളിൽ താമസിക്കാനും മറ്റ് ആക്ടിവിറ്റികൾക്കും കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പാക്കേജുകൾ നൽകുന്നുണ്ട്. ബോട്ടിംഗ്, ഉച്ചഭക്ഷണം, ട്രെക്കിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ താമസം, ഗ്രീൻ മാൻഷൻ, ജംഗിൾ ലോഡ്ജ് അല്ലെങ്കിൽ സ്വിസ് കോട്ടേജ് ടെന്റുകളിൽ താമസിക്കാം. ഇതിന് ഏകദേശം ഒരാൾക്ക് 3000 രൂപ മുതൽ 4000 രൂപ വരെ ആകും. കൂടുതൽ വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റ് വഴി ലഭ്യമാണ്. ഗവിയിലേക്ക് പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, പ്ലാസ്റ്റിക് കുപ്പികളും മദ്യവും കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഗവിയിൽ ഹോട്ടലുകൾ കുറവാണ്. KFTC പാക്കേജ് എടുക്കുന്നവർക്ക് അവിടെ ഭക്ഷണം ലഭിക്കും. ബസ്സിൽ പോകുന്നവർ ലഘുഭക്ഷണം കരുതുന്നത് നല്ലതാണ്. കാടിനുള്ളിൽ BSNL ഒഴികെ മറ്റ് റേഞ്ചുകൾ ലഭിക്കാൻ സാധ്യത കുറവാണ്. ഈ ഫോറസ്റ്റിലൂടെയുള്ള ഡ്രൈവിംഗ് ആണ് ഗവി യാത്രയുടെ ഹൈലൈറ്റ്. 2 ഭാഗവും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ കാട്,
ശാന്തത, പക്ഷികളുടെ ശബ്ദം മാത്രം കേൾക്കുന്ന പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. എന്നാൽ ആർക്കും അനുമതിയില്ലാതെ ചെല്ലാൻ പറ്റാത്ത ഈ കാട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. കേരളത്തിലെ ഏറ്റവും പഴയ ട്രൈബൽ കമ്മ്യൂണിറ്റീസായ മനംബണ്ടാരം എന്ന ഗോത്ര വിഭാഗം ഇവിടെ വസിക്കുന്നു. ഇവരുടെ ജീവിതം കാടിനോടൊപ്പം ചേർന്നതാണ്. നേച്ചറാണ് ഇവരുടെ ലോകം. തേൻ ശേഖരണം, കാടുകളിൽ നിന്ന് ലഭിക്കുന്ന ഔഷധ സസ്യങ്ങൾ, ചെറിയ കൃഷി ഇവയൊക്കെ ആശ്രയിച്ചാണ് ഇവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. കാട് ഇവർക്കൊരു റിസോഴ്സ് മാത്രമല്ല, അത് അവരുടെ വീടാണ്. പ്രകൃതിയെ സംരക്ഷിച്ച് അതോടൊപ്പം ജീവിക്കാൻ ഇവർ പഠിച്ചിട്ടുണ്ട്. മോഡേൺ ലൈഫിൽ നാം മറന്നുപോയ ഒരു വലിയ പാഠമാണിത്. ഇവരുടെ സംസ്കാരവും പരമ്പരാഗത രീതികളും ഇന്നും ശക്തമായി നിലനിൽക്കുന്നു. സിമ്പിൾ ലിവിങ്, സ്ട്രോങ് വാല്യൂസ്. ഇവരെ കാണുമ്പോൾ റെസ്പെക്റ്റ് നൽകുന്നത് വളരെ പ്രധാനമാണ്. കൂടാതെ അനുമതിയില്ലാതെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കരുത്. അവരുടെ പ്രൈവസി മാനിക്കുകയും കൾച്ചറിനെ ആദരിക്കുകയും ചെയ്യുക. ഗവി എന്നത് ഒരു സ്ഥലം മാത്രമല്ല, അതൊരു അനുഭവമാണ്. ഫ്രഷ് എയർ, മിസ്റ്റി മൗണ്ടെയ്ൻസ്, സൈലൻസ് നിറഞ്ഞ ഒരു ലോകം. നിറഞ്ഞ വെള്ളമുള്ള ഡാമുകളും ചുറ്റുമുള്ള കാടുകളും ഇവിടെ നിൽക്കുമ്പോൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലൊരു ഫീലിംഗ്.
വൈൽഡ് ലൈഫ് സ്പോട്ടിംഗ് വളരെ പോപ്പുലറാണ്. നമ്മൾ ഭാഗ്യവാന്മാരാണെങ്കിൽ ആനകളെയും മാൻ, കാട്ടുപോത്ത് ഇവയെയും കാണാൻ സാധിക്കും. ഇത് നേച്ചറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. കൂടാതെ ഗവി പക്ഷികളുടെ സ്വർഗം കൂടിയാണ്. വിവിധ നിറങ്ങളിലും ശബ്ദങ്ങളിലുമുള്ള പക്ഷികൾ ഈ കാടിനെ ജീവന്തമാക്കുന്നു. മോർണിംഗ് ടൈമിൽ ഈ ശബ്ദങ്ങൾ ഒരു നാച്ചുറൽ മ്യൂസിക് പോലെ തോന്നും. കാടിനെ അറിയാൻ, കാടിൻ്റെ ഭംഗി അറിയാൻ, കാട്ടിലെ ജീവിതങ്ങൾ അറിയാൻ ഒരിക്കലെങ്കിലും കാട്ടിലേക്കൊരു യാത്ര നടത്തണം. അത് ജീവിതത്തിലൊരു അനുഭവമായിരിക്കും. അങ്ങനെ ഒരു മനോഹരമായ യാത്ര കൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു.
ഫ്രീഡം ഡയറീസിനൊപ്പം ഇനിയും പുതിയ യാത്രകൾ കാത്തിരിക്കുന്നു. എസ്കേപ്പ്, എക്സ്പ്ലോർ, എക്സ്പീരിയൻസ്.